പോലീസുമായി കയ്യാങ്കളിയിലേക്ക് പോകുന്ന നിലയിലേക്ക് പ്രതിഷേധം മാറിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാരും അതുപോലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പ്രതിഷേധം നയിക്കുന്നത്. ഇന്ദിരയുടെ മൃതദേഹവും ഏന്തിയാണ് ഇപ്പോൾ കോതമംഗലം ടൗണിലൂടെ ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഗാന്ധി സ്ക്വയറിൽ മൃതദേഹം വെച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ നിലവിൽ കോപ്പ് കൂട്ടുന്നത്. ഈ വനംവകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണം, സർക്കാരിനെതിരെ ഗുരുതര ആരോപണമാണ് ഉയർന്നത്. കാരണം നിരവധിയായ കാട്ടാന ആക്രമണങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഒരു തരത്തിലുമുള്ള ഇടപെടൽ പോലീസ്, സർക്കാർ നടത്തിയിട്ടില്ല, വനംവകുപ്പ് നടത്തിയിട്ടില്ല എന്നുള്ള ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. ഇന്ദിര മരണപ്പെടുന്നത് വനത്തിലേക്ക് സാധാരണഗതിയിൽ വിറകെടുക്കാൻ പോകുന്ന നിലയിലൊക്കെയാണ് സാധാരണ കാട്ടാനാക്രമണത്തിൽ ആളുകൾ പെടുന്നത്. എന്നാൽ ഇന്ദിര വീട്ടുമുറ്റത്ത് കൂവകൃഷി നടത്തുകയും ഈ കൃഷി വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത്. വീട്ടുമുറ്റത്തും സ്വന്തം വീട്ടിനകത്തു പോലും ആളുകൾ സുരക്ഷിതരല്ലാത്ത നിലയിലേക്ക് കേരളത്തിലെ സാഹചര്യം മാറിയിരിക്കുന്നു. ഇതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സർക്കാർ നടക്കാത്തതുകൊണ്ടാണ് ഇത് തുടർക്കഥയാകുന്നതെന്ന വലിയ രീതിയിലുള്ള പ്രൊസഷൻ നടത്തുമ്പോ പോലീസ് അതല്ല വിഷയം. നിങ്ങളെ ബോഡി അവമാനിച്ചു, നിങ്ങളെ വർക്ക് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ? നടക്കുക, നിങ്ങൾ കിങ്സ് എടുത്താൽ നിങ്ങൾ ഹാളി വന്നിട്ടില്ല. നിങ്ങൾ ആരാ അവിടെ കണക്ക് പറയേണ്ടി വരും. ഞങ്ങളുടെ കസ്റ്റഡിയിരിക്കുന്ന ബോഡിയാണ്, ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത ബോഡിയാണ്. വലിച്ചെടുത്തോണ്ട് പോകാനാ എങ്ങനെ നടക്കൂടോ? നാട്ടുകാർക്ക് എന്താണോ വില? ഞാൻ ഇരിക്കണ്ടെന്ന് പറഞ്ഞു തനിക്ക് എന്താണോ വില? നിങ്ങൾ എവിടെയാണ്? നാട്ടുകാരുടെ ജീവന് സുരക്ഷ കൊടുക്കണം. എവിടെയായി സുരക്ഷ എവിടെയാ? ഞങ്ങൾ മിനിസ്റ്ററോട് സംസാരിച്ച് മിനിസ്റ്റർ ഉത്തരവാദിത്തപ്പെട്ട ആളെ അയക്കും എന്ന് പറഞ്ഞാണ്. പിന്നെ നിങ്ങൾ എന്തിനു സംഘർഷം ഉണ്ടാക്കണം? ഞങ്ങളുടെ കസ്റ്റഡിയിലിരിക്കുന്ന ബോഡി, ഞങ്ങളുടെ കസ്റ്റഡിയിലല്ല ബോഡി, ജനങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിയായിട്ട് സംസാരിച്ചു. മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ അയക്കുമെന്ന് പറഞ്ഞു. ആ കാര്യം തീരുമാനമായി ഞങ്ങൾ വിടുമെന്ന് പറഞ്ഞല്ലോ. ഒരു ബോഡി ഞങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങൾ പ്രതിഷേധ ജാഥ മന്ത്രിയായിട്ട് സംസാരിച്ച് മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട ആളെ അയക്കാന്ന് നിങ്ങൾ എന്തിനാ അഭിപ്രായം കാണിക്കുന്നത്? ഞങ്ങളുടെ കസ്റ്റഡിയിലിരിക്കുന്ന ബോഡി
നിങ്ങളുടെ കസ്റ്റഡിയിലല്ല, ജനങ്ങളുടെ കസ്റ്റഡിയിലാണ് ബോഡി. നിങ്ങൾ ഏതോ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ബന്ധുവിനോട് അടിമാലി പോയി മൊഴി കൊടുക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ സംസാരിച്ച് അവരുടെ അനുമതിയോടെ നടത്തിയ പ്രൊസഷനാണിത്. ഞങ്ങൾ അവരോട് തടസ്സപ്പെടുത്താൻ നിങ്ങൾ കേസെടുത്ത മറിച്ചാണെങ്കിൽ കയ്യാങ്ങനെ നടത്താൻ ബലമായി പിടിച്ചു മേടിക്കാൻ നോക്കുക ശരിയല്ല. ഒരു ഡെഡ് ബോഡിയാണ്. നിങ്ങളുടെ ഡെഡ് ബോഡി വൈകാരികമായി ജനങ്ങൾ ബോർഡ് ലീഗലായിട്ട് നിങ്ങൾക്ക് തരും. ആദ്യമായിട്ടല്ല ആന ചവിട്ടിക്കൊല്ലുന്നത്. നിരന്തരമായി ഉണ്ടാകണം. നിരന്തരം ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ ചെയ്യാം. ഒരു തരത്തിലും നിങ്ങളെ വളരെ മോശമാണ് പെരുമാറുന്നത്. സർക്കാരിന്റെ ധാർഷ്ട്യമാണ് ഡിവൈഎസ്പിക്കുള്ളത്. സർക്കാരിന്റെ ധാർഷ്ട്യം.